हेलो क्लास 6 एनसीईआरटी चैप्टर 2 बचपन बचपन वरना चाइल्डहुड। मैं तुम्हें अपने बचपन की ओर ले जाऊंगी. അപ്പോൾ എഴുത്തുകാരി പറയാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാന്ന്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് കൃഷ്ണ സോപ്തി അവർ ആണ് പറയണത് അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച്. ഓക്കെ, मैं तुमसे कुछ इतनी बड़ी हूँ कि तुम्हारी दादी भी हो सकती हूँ, तुम्हारी നാനി ഭി. നമ്മളുടെ അമ്മമ്മ ഗ്രാൻഡ് മദേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രായമായിട്ടാണ് ഇവർ വരിക. അപ്പോൾ ഇവരുടെ ആ കാലത്തെക്കുറിച്ചിട്ടാണ് ഇവർ പറയണത്. ബഡി ബുവ ഭി ബഡി മോസി ഭി, അതായത് വലിയ ആൾ തന്നെ, നമ്മളെ കുട്ടിക്കാലമല്ല, ശരിക്കും വലിയ ഒരാൾ. ആ സമയത്ത് ഇപ്പം നമ്മളുടെ അച്ഛനമ്മമാർ, നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ പറയുമല്ലോ, അതുപോലത്തെ അവരുടെ കാലത്തെക്കുറിച്ചിട്ടാണ് പറയണേ. परिवार में मुझे सभी लोग जीजी कहकर भी पुकारते हैं. जीजी പറഞ്ഞാൽ ചേച്ചി, എന്നെ ചേച്ചി എന്ന് പറഞ്ഞിട്ടും വിളിക്കാറുണ്ട്. हाँ, मैं इन दिनों कुछ बड़ा यानी उम्र में सयाना महसूस करने लगी हूँ. അതായത് പ്രായത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ് അവർക്ക് ഇപ്പോൾ ഫീൽ ആവണത്. അതായത് പ്രായം കൂടുന്തോറും അതിൻ്റേതായ ഓരോരോ കാര്യങ്ങളാണ് അവർക്ക് ഫീൽ ആവണത്. शायद इसलिए कि पिछली शताब्दी में मैं पैदा हुई थी. ആ കാലത്ത് ജനിച്ച കാരണം. मेरे पहनने ओढ़ने में भी काफ़ी बदलाव आए हैं. ഞാൻ എൻ്റെ ഡ്രസ്സിങ് എല്ലാം അതിൻ്റേതായ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. पहले मैं रंग बिरंगे कपड़े पहनती रही हूँ, नीला, जामुनी, ग्रे, काला, चॉकलेटी. अब मन कुछ ऐसा करता है कि सफ़ेद पहनो, गहरे नहीं हल्के रंग. ആദ്യം ഞാൻ കളർഫുൾ ക്ലോത്ത്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്. നീല, ജാമുനി, ഗ്രേ, കാല. നീല ബ്ലൂ, ജാമുനി പറഞ്ഞാൽ ഞാവൽപ്പഴത്തിൻ്റെ കളർ, ഒരു പർപ്പിൾ, ഗ്രേ, ബ്ലാക്ക്, ചോക്ലേറ്റി. പക്ഷേ ഇപ്പോൾ എനിക്ക് വൈറ്റ് ഇടാനാണ് ഇഷ്ടം. ഡീപ്പ് കളേഴ്സ് അല്ല, ലൈറ്റ് കളേഴ്സ്. मैंने पिछले दशकों में तरह तरह की पोशाकें पहनी है. पहले फ्रॉक, फिर निक्कर, वॉकर, स्कर्ट, लहंगे, गरारे और अब चूड़ीदार और घेरेदार कुर्ते. എൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ പലതരം ഡ്രസ്സസും ഇട്ടുണ്ടായിരുന്നു. ആദ്യം ഫ്രോക്ക്, നിക്കർ, സ്കേർട്ട്, ലെഹങ്കെ, ഫുൾ സ്കേർട്ട് അങ്ങനത്തെ, പിന്നെ ചുരിദാർ അതായത് സൂട്ടും, പിന്നെ ഘേരേദാർ കുർത്ത അതായത് അംബ്രേല ടൈപ്സ്. बचपन के कुछ फ्रॉक तो मुझे अब तक याद है. ചെറുപ്പകാലത്തെ എൻ്റെ ഫ്രോക്ക് വരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹൽക്കി നീലി ഓർ പീലി ധ്യാരി വാല ഫ്രോക്ക്, അതായത് ചെറുപ്പകാലത്തെ ഫ്രോക്കിൻ്റെ ഡിസൈൻസാണ് പറയണത്. ബ്ലൂ ആൻഡ് യെല്ലോ കളർ ഫ്രോക്ക്, ഗോൾഡ് കോളർ ഓർ ബാജു പർ ഭി ഗോൾഡ് കഫ്, അതായത് പഫ് പോലത്തെ കൈയും റൗണ്ട് നെക്കും, റൗണ്ട് കോളർ നെക്കുള്ളതൊക്കെ. एक हल्के गुलाबी रंग का बारीक ചുന്നട്ടോം വാല ഘരേദാർ ഫ്രോക്ക്. ചുന്നട്ടോം വാല പറഞ്ഞാൽ ഞൊറിയുള്ള ഒരു അംബ്രല്ല ടൈപ്പ് ഫ്രോക്ക്, അതും ലൈറ്റ് റോസ് കളർ, ഗുലാബി റംഗ്. നീച്ചെ ഗുലാബി റംഗ് की ഫ്രിൽ, താഴെ റോസ് കളറിൻ്റെ ഫ്രില്ലുമായിരിക്കും. उन दिनों फ्रॉक के ऊपर की जेब में रुमाल और बालों में इतराते रंग बिरंगे रिबൺ का चलन था. അതായത് നമ്മൾ റിബണൊക്കെ കെട്ടിയിട്ട് പണ്ട് കാലത്തെ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആ സമയത്തെ ഫ്രോക്കിൽ മുകളിൽ പോക്കറ്റ് പോലെ വെച്ചിട്ട് അതിൽ ഹാങ്കി അല്ലെങ്കിൽ ഹാങ്കർചീഫ് വെക്കും. പിന്നെ മുടിയിൽ കളർഫുൾ ആയിട്ടുള്ള റിബണൊക്കെ കെട്ടിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ലെമൺ കളർ കാ ബഡേ പ്ലേറ്റോं वाला गरम फ्रॉक जिसके जिसके नीचे फर टंकी थी. വേറൊരു സ്റ്റൈൽ ഫ്രോക്കാണ് ഇപ്പോൾ പറയണത്. ലെമൺ കളറിലെ പ്ലേറ്റോം വാല അതും ഇതന്നെ ഞൊറി പോലത്തെ. പിന്നെയുള്ളത് ദോ ട്യൂണിക് ഭി യാദ് ഹെ, एक चॉकलेट रंग का और अंदर की कोटी प्यासी, दूसरा ग्रे और उसके साथ सफ़ेद कोटी. രണ്ട് ട്യൂണിക്കും ഓർമ്മയുണ്ട്. അതിലത്തെ ആദ്യത്തെ ചോക്ലേറ്റ് റങ്കും പ്യാസി, കോട്ടി പ്യാസി പറഞ്ഞാൽ ഒരു റോസ് കളർ തന്നെയാണ് വരുന്നത്, ഗ്രേ കളറും പിന്നെ വൈറ്റ് കളറിൻ്റെ കോട്ടും. मुझे अपने मोजे और സ്റ്റോക്കിംഗ് भी याद है. എനിക്ക് എൻ്റെ മോജെ പറഞ്ഞാൽ സോക്സും, സ്റ്റോക്കിങ്സ് പറഞ്ഞാൽ മുട്ട് വരെയുള്ള തണുപ്പ് കാലത്ത് ഇടാനുള്ള സോക്സാണ്. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. बचपन में हमें अपने मोजे खुद धोने पड़ते थे. वह नौकर या नौकरानी को नहीं दिए जा सकते थे. इसकी सख्त मनाही थी. ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് സ്വന്തം തന്നെ സോക്സ് കഴുകേണ്ടിയിരുന്നു. അത് സെർവൻസിന്, നോക്കർ നോക്കറാണി പറഞ്ഞാൽ സെർവൻസിന് കൊടുക്കില്ലായിരുന്നു. അത് സ്ട്രിക്റ്റ് ഒരു റൂളായിരുന്നു, അവർക്ക് കൊടുക്കാൻ പാടില്ല.
हम बच्चे इतवार की सुबह इसी में लगाते. ഇത്വാർ പറഞ്ഞാൽ സൺഡേ. ഞങ്ങൾ സൺഡേസ് ഇതിൻ്റെ പണിയിൽ തന്നെ ആയിരുന്നു. दो लेने के बाद अपने अपने जूते पॉलिश करके चमकाते. അത് കഴുകി കഴിഞ്ഞിട്ട് ജൂത്തെ ഷൂസൊക്കെ പോളിഷ് ചെയ്തിട്ട് നല്ല ഷൈനിങ് ആയിട്ട് വെക്കും. अब जूते कपड़े या ब्रश से रगड़ते तो पॉलिश की चमक उभरने लगती. ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കപ്പടെ തുണി കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒന്നും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഷൈൻ ചെയ്യുമായിരുന്നു. सर्वर मुझे आज भी बूट पॉलिश करना अच्छा लगता है. सर्वर പറഞ്ഞാൽ ഒരു എന്താ ആർക്കോ സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇമാജിനറി ഒരു നെയിമാണ് സെർവർ. അവരുടെ അടുത്ത് പറയാണ് എനിക്ക് ഇപ്പോഴും ജൂട്ട് പോളിഷ് കർണ അച്ഛാ ലഗ്ത, എനിക്ക് ഇപ്പോഴും പോളിഷ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാലാങ്കി അബ് നയി നയി കിസ്ം കെ ഷൂ ആ ചുക്കേ ഹേ. പക്ഷേ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂ ടൈപ്സ് ഓഫ് ഷൂസൊക്കെ അല്ലേ വരുന്നത്. कहना होगा कि ये पहले से काफ़ी ज़्यादा आरामदेह है. ഇപ്പോഴത്തെ നല്ല ആരാംദേഹ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല कंफर्टेबल ആണ് ഇടാൻ വേണ്ടിയിട്ട്. हमें जब नए जूते मिलते उसके साथ ही छालों का इलाज शुरू हो जाता. ആ സമയത്തൊക്കെ നമുക്ക് എപ്പോൾ ഷൂസ് കിട്ടുമ്പോഴും അപ്പോഴൊക്കെ നമുക്ക് കാലിൻ്റെ അടിയിലൊക്കെ ഹോൾസ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാലിൽ തുടങ്ങും. അപ്പോൾ അതിൻ്റേതായ മെഡിസിൻസും തുടങ്ങേണ്ടി വരേണ്ട ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു ആ സമയത്ത്. जब कभी लंबी सैर पर निकलते उनके पास रुई ज़रूर रखते. अपने पास रुई ज़रूर रखते. जूता लगा तो रुई मोजे के अंदर. हाँ तुम्हारे बचपन में तो बहुत फ़र्क हो चुका है. അതായത് പണ്ട് കാലത്ത് ലംബി സേർ വലിയ ദൂരത്തൊക്കെ നമുക്ക് പോകേണ്ടി വന്നിരുന്നെങ്കിൽ നമ്മൾ റൂയി പറഞ്ഞാൽ കോട്ടണും വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ദൂരയാത്രയ്ക്ക് ആ ഷൂസൊന്നും കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കാലിൽ സോക്സിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കാലിലൊക്കെ നമ്മൾ കോട്ടൺ വെച്ചിട്ടായിരുന്നു അതൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ സമയത്ത് തുമാരെ ബച്പൻ മേ തോ കൈ ബഹുത് ഫറക് ആ ചുക്കെ. നമ്മളുടെയും നിങ്ങളുടെ സമയത്തൊക്കെ വല്ലാണ്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. हर शनिचार को हम ऑलिव ऑयल या कैस्टर ऑयल पीना पड़ता. എല്ലാ ശനിച്ചാർ പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ നമുക്ക് ഓലിവ് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ കുടിക്കേണ്ടി ഉണ്ടായിരുന്നു. यह एक मुश्किल काम था. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പണിയായിരുന്നു. ശനിച്ചാർ को सुबह से ही नाक में इसकी गंध आने लगती. രാവിലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരുന്നു. छोटे शीशे की ग्लास जिन पर ठीक खुराक के लिए निशान पड़े रहते उन्हें देखते ही मितली होने लगती. मितली वरना वोमिटिंग. छोटे शीशे की ഗ്ലാസ് जिन पर ठीक खुराक അതായത് മരുന്ന് സിറപ്പിൻ്റെ മേലെ ആ ഒരു അതുണ്ടല്ലോ അളവിൻ്റെ ഒരു കപ്പ് പോലത്തെ അതുപോലത്തെ ഇവരുടെ അടുത്തുണ്ടായിരുന്നു. അത് കാണുമ്പോഴേക്കേ വൊമിറ്റിംഗ് തുടങ്ങിയിരുന്നു. वोमिटिंग പോലെ ഒരു സെൻസേഷൻ ഉണ്ടായിരുന്നു. मुझे आज भी लगता है कि अगर हम ना भी पीते वे शनिवारी दवा तो कुछ ज़्यादा बिगड़ने वाला नहीं था. सेहत ठीक ही रहती. എനിക്ക് ഇപ്പോഴും തോന്നുന്നു ആ സമയത്ത് ആ എവറി സാറ്റർഡേ ഉള്ള ആ മെഡിസിൻ കുടിച്ചില്ലായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് നമ്മളുടെ ഹെൽത്തൊക്കെ ശരിയാണ്. तुम्हें बताऊंगी कि हमारे समय और तुम्हारे समय में कितनी दूरी हो चुकी है. നിങ്ങളുടെ സമയത്തും ഞങ്ങളുടെ സമയത്തുള്ള ഡിഫറൻസ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം. यहाँ तक कि बचपन की दिलचस्पियाँ भी बदल गई है. दिलचस्पियाँ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ കാലത്തെ ഇൻട്രസ്റ്റും ഞങ്ങളുടെ കാലത്തെ ഇൻട്രസ്റ്റും തമ്മിൽ തന്നെ വല്ലാണ്ട് ഡിഫറൻസ് ഉണ്ട്. याद रहे उन दिनों कुछ घरों में ग्रामोफोन थे, रेडियो और टेलीविज़न नहीं थे. ആ സമയത്തൊക്കെ ഗ്രാമഫോൺസ് ആയിരുന്നു. റേഡിയോയും ടെലിവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. हमारे बचपन की कुल्फ़ी आइसक्रीम हो गई है. कचौड़ी समोसा पेटीज़ में बदल गया है. അതായത് ആ സമയത്തെ കുൽഫിയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഐസ്ക്രീം ആയി. പിന്നെ കച്ചോടി സമോസ ഒക്കെ അറിയാലോ, അതുപോലത്തെ കച്ചോടിയും സ്റ്റഫ്ഡ് പൂരി ടൈപ്പ് ഉള്ളതാണ്. അത് മാറിയിട്ട് ഇപ്പോൾ പേറ്റീസ് ആയിട്ടുണ്ട്. പേറ്റീസ് പറഞ്ഞാൽ നമ്മളുടെ പഫ്സ് അതായിട്ടുണ്ട്. ഷെഹത്തൂത്ത് और फालसे और खसखस के शरबत कोक पेप्सी में. അതായത് പണ്ടത്തെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് ആണ് ഷെഹത്തൂത്ത്, ഫാൽസെ, പിന്നെ ഖസ്ഖസ് ഒക്കെ അറിയാലോ. അത് ഇട്ടിട്ടാണ് നമ്മൾ ഷർബത്ത് അതായത് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ പെട്ടെന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് കോക്കും പെപ്സിയൊക്കെ ആയിട്ട് മാറി. उन दिन कोक नहीं ലെമനേഡ് വിമട്ടോ മിൽത്തി थी. കോക്കൊന്നും കിട്ടില്ലായിരുന്നു, ലെമനേഡ് അതായത് നാരങ്ങ വെള്ളമൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. शिमला और नई दिल्ली में बड़े हुए बच्चों के को वेंगर्स
और डेवी को रेस्तरा की चॉकलेट और पेस्ट्री मज़ा देने वाली होती. അതായത് ഈ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് കുട്ടികൾക്കുള്ളത് കേട്ടോ. हम भाई बहनों की ഡ്യൂട്ടി लगती शिमला मॉल से ബ്രൗൺ ബ്രെഡ് ലാനെ. ഞങ്ങളുടെ സിസ്റ്റേഴ്സും പറഞ്ഞ കസിൻസൊക്കെ കൂടിയിട്ടായിരുന്നു ഒരു ഡ്യൂട്ടി ആയിരുന്നു. അത് ഷിംലയിലത്തെ മോളിൽ പോയിട്ട് ബ്രൗൺ ബ്രെഡ് വീറ്റ് ബ്രെഡ് കൊണ്ടുവരാൻ. हमारा घर मॉल से ज़्यादा दूर नहीं था. एक छोटी सी चढ़ाई और गिरजा मैदान पहुंच जाते. അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ഈ മോള്. ഒരു ചോട്ടി സി ചടായി പറഞ്ഞാൽ ഒരു കയറ്റം, അത് കഴിഞ്ഞ് ഗിർജ മേദാൻ പറഞ്ഞാൽ ചർച്ച് ഗ്രൗണ്ട്. ഓക്കെ, അത് എത്തായിരുന്നു. വഹാസേക്ക് ഉത്തരായി ഉത്തരത്തെ ഓർ മോൾ പർ, അത് കഴിഞ്ഞ് അതിൽ ഇറക്കം, അത് കഴിഞ്ഞ് അത് മോളുടെ മുമ്പിലായിരുന്നു. കൺഫെക്ഷണറി കൗണ്ടർ പർ തരാ തരാ കി പേസ്ട്രി ഓർ ചോക്ലേറ്റ് കി ഖുഷ്ബു മൻ ഭാവനി. അവിടുന്ന് കൺഫെക്ഷണറീസ്, ഈ പേസ്ട്രീസും ബ്രെഡ്സൊക്കെ കിട്ടണം. അവിടുന്ന് മണമൊക്കെ നല്ല മണമായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും. ഹം ഹഫ്തെ മേ ഏക് ബാർ ചോക്ലേറ്റ് ഖരീദ്നെ കി ഛൂട്ട് ധി. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചോക്ലേറ്റ് കഴിക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. സബ്സെ ज़्यादा मेरे पास ही ചോക്ലേറ്റി ടോഫി കാ സ്റ്റോക്ക് रहता. എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് ടോഫി ഉണ്ടായിരുന്നത്. मैं ചോക്ലേറ്റ് ലേക്കർ ഖടേ ഖടേ കഭി നാ ഖാത്തി. എനിക്ക് നിന്നിട്ട് ചോക്ലേറ്റ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. घर लौटकर साइड बोर्ड पर रख देती और रात के खाने के बाद बिस्तर पर लेटकर मजे लेके खाती. ഞാൻ വാങ്ങിയതൊന്നും കഴിച്ചുകൊണ്ടിരുന്നില്ല. വീട്ടിൽ വന്നിട്ട് സൈഡ് ബോർഡിൽ വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം കടക്കയിൽ കടന്നിട്ട് മെല്ലെ അതായിരുന്നു കഴിക്കുകയായിരുന്നു. ഷിംല കെ കോഫൽ ഭി ബഹുത് യാദ് ആത്തെ ഹേ. കോഫൽ റെഡ് ഫ്രൂട്ട്, ഷിംലയിൽ കിട്ടണ ഒരു റെഡ് ഫ്രൂട്ടാണ്. അത് ഖട്ടെ മീട്ടെ, പുളി ഉണ്ടായിരുന്നു, മധുരം ഉണ്ടായിരുന്നു. കുച്ച് എക്ദം ലാൽ, കുച്ച് ഗുലാബി, റസ്ബെറി പോലെ എന്താ റെഡ് കളർ, റോസ് കളർ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടായിരുന്നു കേട്ടോ. കസ്മൽ, റസ്ബെറി കസ്മൽ സോച്ച് കർ ഹി മൂവ് മേ പാനി ഭർ ആയ. ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമായിരുന്നു. ചെസ്റ്റ്നട്ട് ഏക് ഓർ ഗജബ് കി ചീസ്. ചെസ്റ്റ്നട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ആഗ് പർ ഭുനെ ജാത്തെ ഓർ ഫിർ छिलके ഉതാർ കർ മൂവ് മേ. അപ്പോൾ തീയിലത് ജസ്റ്റ് ഒന്ന് വേവിക്കും, അത് കഴിഞ്ഞിട്ട് അതൊന്ന് തൊലി മാറ്റിയിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. चने ज़ोर गरम और अनारदाने का चूर्ण. हाँ, चने ज़ोर गरम की पुड़िया तो तब थी, वह अब भी नज़र आती है. ചനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നട്ട്സ് തന്നെയാണ്. കടലയൊക്കെ ഉണ്ടല്ലോ, അത് ചൂട് കടല കഴിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ പുടിയാൻ പറയുമ്പോൾ അതിൽ ഉണ്ടാക്കുന്ന മറ്റേ നിലക്കടല യൂസ് ചെയ്ത് നമ്മളുടെ പട്ടി ഉണ്ടല്ലോ, നമ്മളുടെ സ്വീറ്റ്, അതൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അതിപ്പോഴും കാണാൻ പറ്റും. പുരാനെ കാഗസോं से बनाई हुई रस इस पुड़िया में निरा हाथ का कमाल है. അതായത് നമ്മൾ പൂരത്തിനൊക്കെ കിട്ടുമല്ലോ നമുക്ക് കടലയൊക്കെ, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെയും പറയണത്. പുരാനെ കാഗസോं में बनाए हुए इस पुड़िया में निरा हाथ का कमाल है. नीचे से तिरछी लपेटते हुए उस ऊपर से इतनी चौड़ी कि चने आसानी से हथेली पर पहुंच जाए. ആ കോൺ ഷേപ്പിൽ ഉണ്ടാക്കി അതിൽ താഴത്തുനിന്ന് മൊനയുള്ള പോലെ മുകളിലേക്ക് വരുമ്പോഴേക്കും അത് വിടർന്ന് ഉള്ള അതിൽ ഈ കടല ഇടുമ്പോഴേക്കും നമുക്ക് കയ്യിൽ എത്തണ രൂപത്തിലാണ് അത് കിട്ടുക. അത് നല്ല രസമാണ്. एक वक्त था जब फिल्म का गाना चना जोर गरम बाबू में लाया मज़ेदार. चना जोर गरम उन दिनों स्कूल के हर बच्चों को आता था. ആ സമയത്തെ ഒരു ഫിലിമിലെ പാട്ടും ആയിരുന്നു ചന ജോർ ഗരം ബാബു മേ ലായ മസേദാർ. ചന ജോർ ഗരം, ഈ പാട്ട് സ്കൂളിലത്തെ എല്ലാ കുട്ടികൾക്കും അറിയായിരുന്നു. കുച്ച് ബच्चे പുടിയാം പർ തേസ് മസാല ബുറക്വാത്തെ. ഈ നിലക്കടലയിൽ തന്നെ ചിലവരൊക്കെ മസാലയും ഇടിപ്പിക്കുകയായിരുന്നു. പൂരാ ഗിർജ മൈതാൻ ഘൂമനെ തക് യഹ പുടിയ ചൽത്തി. മുഴുവൻ ചർച്ച് ഗ്രൗണ്ട് കറങ്ങുമ്പോൾ തന്നെ ഈ നിലക്കടലയുടെ ഈ ഒരു അത് നടക്കുകയായിരുന്നു എന്ന്. അതായത് നമ്മൾ പറയുമല്ലോ പൂരത്തിൻ്റെ ഗ്രൗണ്ട് നടക്കുന്തോറും ഫുൾ ഈ കടലയും കഴിച്ചിട്ടായിരുന്നു നടക്കുക എന്നൊക്കെ പറയണ പോലെ ഇവിടെയും. एक एक चना पापड़ी मुँह में डालने और कदम उठाने में एक खास ही लय रफ्तार थी. അതായത് ഓരോ കടലയും കഴിച്ചിട്ട് ഫുൾ ഓൺ കറങ്ങൽ തന്നെ ഒരു രസമായിരുന്നു എന്ന്.
छुटपन में हमने शिमला रिज पर बहुत मज़े किए. ചുട്ട്പൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിഡേയ്സിൽ ഞങ്ങൾ ഷിംലയിൽ ഫുൾ കറക്കം തന്നെ നല്ല രസമായിരുന്നു. घोड़ों की सवारी की, हॉर्स राइडिंग. शिमला के हर बच्चों को कभी न कभी ये मौका मिल ही जाता था. ഷിംലയിൽ എല്ലാ കുട്ടികൾക്കും ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നു. हम जाने क्यों घोड़ों को कुछ कमतर रख करके समझते. നമ്മൾ ഹോഴ്സിനെയൊക്കെ കംതർ പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്, ശക്തിയില്ലാത്ത പോലെയൊക്കെയാണ് നമ്മൾ കണക്കാക്കുക. ബട്ട് ഉൻ പർ ഹസ്തേ थे, അതിനെ കളിയൊക്കെ ആക്കും. നൈനിഹാൽ കെ ഘോഡെ കബ് ഹൃഷ്ട പുഷ്ട ഓർ ഖൂബ്സൂരത്, ഉൻകി ബാത് ഫിർ കബി. നൈനിഹാൽ നൈനിത്താൽ അവിടെയൊക്കെ നല്ല രസമുള്ള ഹോഴ്സൊക്കെ ആയിരുന്നു. ഷാം കോ റംഗ് ബിരംഗെ ഗുബാരെ, അതായത് ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇവർ എൻ്റർടൈൻ ചെയ്തത്, ഇവർ എങ്ങനെയാണ് മജ ചെയ്തത്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് സംസാരം. ഷാം കോ റംഗ് ബിരംഗെ ഗുബാരെ, ഗുബാരെ പറഞ്ഞ ബലൂൺസ്. സാമനെ ജാക്കു കാ പഹാഡ് ഒരു ട്രീ ആണ്. അതിൻ്റെ പഹാഡ് അതൊക്കെ ഉള്ള ഒരു മൗണ്ടൻ ഏരിയ. ഊൺചാ ചർച്ചുണ്ട്. ചർച്ച് की घंटियाँ बजती तो दूर तक उनकी गूंज फैल जाती. ചർച്ചിൻ്റെ മണികൾ അടിക്കുമ്പോഴേക്കും ദൂരെ വരെ അതിൻ്റെ സൗണ്ട് കേൾക്കുമായിരുന്നു. ലഗ്ത ഇസ്കെ സംഗീത് സെ പ്രഭു ഈ സ്വയം കുച്ച് കേ രഹേ ഹേ, അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമ്മളുടെ ദൈവം തന്നെ ഡയറക്റ്റ് എന്തോ പറയണ പോലെയാണ് തോന്നുക. सामने आकाश पर सूर्यास्त हो रहा है. सनसेट ആയിരിക്കും. गुलाबी सुनहरी धारियाँ नीले आसमान पर फैल रही है. गुलाबी सुनहरी धारियाँ ലൈൻസ് പോലെ, നമ്മളുടെ റെഡ് കളർ ലൈൻസ് പോലെ. ഇത് സൺസെറ്റിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ പറയണത്. നീലെ ആസ്മാൻ മേ ഫേൽ റഹി ഹെ, ബ്ലൂ സ്കൈയിൽ ആ റെഡ് കളറിൻ്റെ ലൈൻസ് പോലെ സൺസെറ്റിൻ്റെ ആ ഒരു സീനറിയാണ് ഇവിടെ പറയണത്. दूर दूर फैले पहाड़ों के मुखड़े गहरने लगे और देखते देखते बत्तियाँ ടിംടിമാനെ ലഗി. അതായത് മൗണ്ടൻ ഏരിയ ഒക്കെ കാണാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ എന്താ പറയുക, സൺറൈസ് അല്ലെങ്കിൽ വെളിച്ചമുള്ള സമയത്തല്ലേ അത് കാണാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോൾ നമ്മളുടെ ലൈറ്റ്സൊക്കെ എല്ലാവരും ഓൺ ചെയ്യാൻ തുടങ്ങി. रिच पर की रौनक और मॉल की दुकानों की चमक के भी क्या कहने. അവിടുത്തെ കാഴ്ചകളും മോളുടെ ഷോപ്സൊക്കെ അതിനെക്കുറിച്ച് പറയാനൊക്കെ ഭയങ്കര രസമാണ്. സ്കാൻഡൽ പോയിന്റ് കി ഭീഡ് സെ ഉഭർത്ത കോലാഹൽ, അതൊരു പോയിൻ്റാണ് അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ. അവിടെ അപ്പോൾ തിരക്ക്, അതിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. सर्वर स्कैंडल पॉइंट के ठीक सामने उन दिनों एक दुकान हुआ करती थी जिसके शोरूम में शिमला कालका ट्रेन का मॉडल बना हुआ था. सर्वर अगेन आ इमेजिनरी नेम. ആ സ്കാൻഡൽ പോയിന്റിലുണ്ടല്ലോ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഷോറൂമിൽ ഷിംല കാൽക്ക ട്രെയിൻ ഉണ്ട്. അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാവും, അതായത് ടോയ് ട്രെയിൻ പോലെ അത് ഉണ്ടായിരുന്നു. इसकी पटरियाँ उस पर खड़ी खड़ी छोटे छोटे डिब्बों वाली ट्रेन, एक और लालटेन की छत वाला स्टेशन और सामने सिग्नल देता खंबा. थोड़ी दूर पर बनी സുരംഗെ പറഞ്ഞ ടണൽ, അതായത് ഫുൾ ഓൺ ഒരു മോഡലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ പോലത്തെ. അതിൽ ട്രെയിന്, പട്രിയ പറഞ്ഞ റെയിൽവേ പാളങ്ങൾ, ചെറിയ ചെറിയ കോച്ചസ് ഉള്ള ഒരു ട്രെയിന്. അത് കഴിഞ്ഞ് ഛത്വാല സ്റ്റേഷൻ, ലാൽ ടിൻ, അതായത് റെഡ് ടിന്നൊക്കെ, അതായത് സിഗ്നലിൻ്റെ ഒരു സ്റ്റേഷൻ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സിഗ്നൽ പോസ്റ്റൊക്കെ ഉണ്ടാക്കി ചെറിയ ചെറിയ ടണൽസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു മോഡലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിछली सदी में तेज़ रफ्तार वाली गाड़ी वही थी. അതായത് ആ സമയത്തെ ഏറ്റവും സ്പീഡുള്ള ട്രെയിൻ അതായിരുന്നു. കബി കബി ഹവായി ജഹാജ് ബി ദേഖ്നെ കോ മിൽത്തെ. ആ സമയത്തൊക്കെ ഹവായി ജഹാജ് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റോപ്ലെയിൻസും കാണാനുണ്ടായിരുന്നു. ദില്ലി മേ ജബ് ബി ഉൻകി ആവാസ് ആത്തി ബच्चे ഉന്നെ ദേഖ്നെ ബാഹർ ദോടത്തെ. എപ്പോൾ എയ്റോപ്ലെയിൻ്റെ സൗണ്ട് കേട്ടാലും വെളിയിൽ കുട്ടികൾ വേഗം ഓടി വെളിയിലേക്ക് വരും. दिखता एक भारी भरकम പക്ഷി ഉടാ ജാ രഹാ ഹെ പങ്ക് ഫെലാക്കർ. എങ്ങനെയൊക്കെ തോന്നുക, അത് വലിയൊരു പക്ഷി വിങ്സൊക്കെ ചിറകൊക്കെ വിടർത്തിയിട്ട് പറക്കണ പോലെയാണ് അത് തോന്നുക. യ ദേഖോ ഓർ വഹ ഗായബ്, ദാ പോയി ദാ വരുന്ന പോലെയായിരുന്നു അത്.
उसकी स्पीड की इतनी तेज़ लगती। हाँ, गाड़ी के मॉडल वाली दुकान के साथ एक और दुकान थी जो मुझे कभी नहीं भूलती. ആ ഷോപ്പിൻ്റെ കൂടെ തന്നെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. യെ വേ ദുക്കാൻ थी जहाँ मेरा पहला चश्मा बना था. അതൊരു കണ്ണട വിൽക്കണ കടയായിരുന്നു. അവിടെയാണ് എൻ്റെ ആദ്യത്തെ കണ്ണട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വഹി ആങ്കോ കെ ഡോക്ടർ അംഗ്രേസ് थे. അവിടുത്തെ ഡോക്ടർ ഇംഗ്ലീഷ് ഡോക്ടറായിരുന്നു. शुरू शुरू में मैं चश्मा लगाना बड़ा अटपटा लगता. എനിക്ക് ആദ്യം കണ്ണട വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. छोटे बड़े मेरे चेहरे की ओर देखते और कहते आंखों में कुछ तकलीफ है. വലിയവരായാലും ചെറിയവരായാലും എന്നെ കാണുമ്പോൾ പറയും, എന്താ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇസ് ഉമ്ര में ऐनक. ഇപ്പം തന്നെ എന്താ കണ്ണടയൊക്കെ വെച്ചിരിക്കണേ? दूध पिया करो, പാലൊക്കെ കുടിക്കണം. मैं डॉक्टर साहिब का कहा दोहरा देती कुछ देर पहनोगे तो ऐनक उतर जाएगी. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വാചകം തന്നെ ഞാനും പറയും, കുറച്ച് കണ്ണട വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ स्पेक्स का മാറ്റാണ്. वैसे डॉक्टर साहिब ने पूरा आश्वासन दिया था लेकिन चश्मा तो अब तक नहीं उतरा. ആ സമയത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ണട മാറ്റാനുള്ള അവസരം കിട്ടിയിട്ടില്ല. നമ്പർ ബസ് കം ഹി ഹോത്താ രഹാ. मैं अपने आप इसकी जिम्मेवार हूँ. ഈ സ്വന്തം തന്നെ ഞാൻ ഇതിന് റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം जब आप दिन की रोशनी को छोड़कर रात में टेबल लैम्प के सामने काम करेगी तो इसके अलावा और क्या होगा. അപ്പോൾ രാവിലത്തെ വെളിച്ചത്ത് ചെയ്യേണ്ട പണികളൊക്കെ നിങ്ങൾ രാത്രി ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിനെ സ്ട്രെയിൻ ചെയ്തു. അപ്പോൾ ഇതല്ലാണ്ട് വേറെ എന്താ സംഭവിക്കുക? हाँ, जब पहली बार मैंने चश्मा लगाया तो मेरे एक चचेरे भाई ने मुझे छेड़ा. देखो देखो कैसे लग रही है. ഞാൻ ആദ്യമായിട്ട് സ്പെക്സ് ഇട്ടപ്പോൾ എൻ്റെ കസിൻ എന്നെ കളിയാക്കി. എങ്ങനെയാണ് കളിയാക്കിയത്? ആങ്ക് पर चश्मा लगाया ताकि सूझे देर दूर की, यह नहीं लड़की को मालूम सूरत बनी लंगूर की. കണ്ണട വെച്ചിരിക്കണത് ദൂരം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പെണ്ണിനെ അറിയില്ല കാണുമ്പോൾ മങ്കിയെ പോലെ ഉണ്ട് എന്നാണ് പറയണത്. ലംഗൂർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മങ്കി. मैं खीजी कि मुझ पर यह क्यों दोहराया जा रहा है पर शेर बुरा न लगा. അപ്പോൾ ദേഷ്യം വന്നു എനിക്ക്. ഖീജി പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്രി. ദേഷ്യം വന്നു. എന്തിനാ എന്നെ ഇങ്ങനെ പറയണത്? പക്ഷേ പറഞ്ഞ സെൻറ്റൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. जब वह चाय पीकर चले गए तो मैं अपने कमरे में जाकर आईने के सामने खड़ी हो गई. कई बार आपने को देखा, ऐनक उतारी, फिर पहनी, फिर उतारी, देखती रही. അതായത് അവർ കളിയാക്കി പോയപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നു. എന്നിട്ട് കണ്ണട ഊരി നോക്കി, കണ്ണട ഇട്ടു, ഊരി നോക്കി, ഇട്ടു. സൂരത് ബനി ലംഗൂർ കി, നൈ നൈ നൈ, ഹാ ഹാ ഹാ. അപ്പോൾ അവർ ഈ ലംഗൂർ മങ്കിയെ പോലെ കാണുന്നു തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും സ്വന്തം തന്നെ തോന്നാൻ തുടങ്ങി. മങ്കിയെ പോലെ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? मैंने अपने छोटे भाई का टोपा उठाकर सिर पर रखा. कुछ अजीब लगा. अच्छा भी और मजाकिया भाई. അപ്പോൾ ഒരു ക്യാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു പോലെ തോന്നി. നല്ലതും തോന്നി, എന്തോ ഒരു മാതിരി. तब की बात थी. अब तो चेहरे के साथ घुल मिल गया है चश्मा. जब कभी उतरा हुआ होता है तो चेहरा खाली खाली लगने लगता है. അത് ആ സമയത്തെ കാര്യമല്ലേ. അതിപ്പോൾ യൂസ് ടു ആയി. ഇപ്പോൾ അഴിക്കുമ്പോഴാണ് എന്തോ മുഖത്ത് ഇല്ലാത്ത പോലെ തോന്നുക. याद आ गया वह टोपा, काली फ्रेम की चश्मा और लंगूर की सूरत. ഇപ്പോഴാണ് ഓർമ്മ ആ തൊപ്പിയും ബ്ലാക്ക് ഫ്രെയിമുള്ള കണ്ണടയും പിന്നെന്താണ് നമ്മളുടെ മങ്കിയെ പോലത്തെ ഒരു മുഖം. हाँ, इन दिनों शिमला में मैं सिर पर टोपी लगाना पसंद करती हूँ. मैंने कई रंगों की जमा कर ली है. कहाँ दुपट्टा का ओढ़ना और कहाँ सहल सुबीते वाली हिमाचली टोपियाँ. അതായത് ആ സമയത്ത് നമ്മൾ തലയിൽ തുണിയൊക്കെ, അതായത് ദുപ്പട്ട ചുന്നിയൊക്കെ ഇട്ടിട്ട് നടക്കാം. ഈ സമയത്ത് ഇപ്പോഴൊക്കെ നമ്മൾ തൊപ്പിയൊക്കെ കളർഫുള്ളായിട്ട് തൊപ്പിയൊക്കെയാണ് ഇടാൻ ഇഷ്ടം. എങ്ങനെ ആ സമയത്ത് അത് വേറെ, ഇപ്പോൾ ഇടണ ഈ ഫാൻസി ക്യാപ്സ് വേറെ. ഇതാണ് ലെസൺ. ഇനി നമുക്ക് പ്രശ്നാഭ്യാസത്തിൽ വരാം. संस्मरण से लेखिका बचपन में ഇത്വാർ की सुबह क्या क्या काम करती थी. സൺഡേസ് എന്തൊക്കെയായിരുന്നു ലേഖിക ചെയ്തുകൊണ്ടിരുന്നത്? बचपन में इतवार की सुबह लेखिका अपने मोजे धोती थी, फिर जूतों पर पॉलिश करके उसे कपड़े या ब्रश से रगड़कर चमकाती थी. സൺഡേസ് എന്തായിരുന്നു? സോക്സ് കഴുകിയിരുന്നു, പിന്നെ ഷൂസൊക്കെ പോളിഷ് ചെയ്തിട്ട് അതിനെ ഷൈൻ ചെയ്തിരുന്നു. तुम्हें बताऊंगी कि हमारे समय और तुम्हारे समय में कितनी दूर हो चुकी है.
इस बात के लिए लेखिका क्या क्या उदाहरण देती है. Question number 2. അപ്പോൾ പണ്ട് കാലത്തെയും ഈ സമയത്തെയും എങ്ങനെയൊക്കെയാണ് അവർ എക്സാമ്പിൾസ് തന്നത്. लेखिका अपने समय और आज के समय की दूर को बताने के लिए निम्नलिखित उदाहरण देती है. അതായത് കുറച്ച് എക്സാമ്പിൾസ് പറയണത്. ഫസ്റ്റ് വൺ, उन दिनों रेडियो और टेलीविज़न की जगह कुछ घरों में ग्रामाफोन होते थे. ആ സമയത്ത് റേഡിയോ ടെലിവിഷൻ്റെ പകരം ഗ്രാമഫോണൊക്കെ ആയിരുന്നു. സെക്കൻഡ്, പെഹലെ കുൽഫി ഹോത്തി थी अब आइसक्रीम हो गई. ആദ്യമൊക്കെ കുൽഫി ആയിരുന്നു, ഇപ്പോൾ ഐസ്ക്രീമായി. कचौड़ी, थर्ड वन ഈസ് കച്ചോടി സമോസെ अब पेटीज में बदल गए. കച്ചോടിയും സമോസയൊക്കെ ആയിരുന്നു, ഇപ്പോൾ പഫ്സും പേറ്റീസൊക്കെ ആയി. थर्ड क्वेश्चन, पाठ से पता करके लिखो कि लेखिका को चश्मा क्यों लगाना पड़ा. चश्मा लगाने पर उनके चचेरे भाई उन्हें क्या कहकर चिढ़ाते थे. ലെസൺ വായിച്ചിട്ട് നോക്കണം ലേഖിക എന്തിനാണ് സ്പെക്സ് ഇട്ടത്, പിന്നെ സ്പെക്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കസിൻ എങ്ങനെയാണ് അവരെ കളിയാക്കിയത്. लेखिका को रात में टेबल लैम्प के सामने बैठकर पढ़ने के कारण उनकी नज़र कमज़ोर हो गई थी. इसी वजह से उन्हें चश्मा लगाना पड़ा. ലേഖികയ്ക്ക് ടേബിൾ ലാമ്പിൻ്റെ അടിയിൽ പഠിച്ച കാരണമാണ് കാണാൻ ഒക്കെ വീക്ക്നെസ് വരാൻ തുടങ്ങിയത്, ഐസിന് വീക്ക്നെസ് വരാൻ തുടങ്ങിയത്. അത് കാരണമാണ് അവർ സ്പെക്സ് ഇടാൻ തുടങ്ങിയത്. उनके चचेरे भाई यह कहकर चिढ़ाते थे कि आंख पर चश्मा लग गया ताकि सूझे दूर की, यह नहीं लड़की को मालूम सूरत बनी लंगूर की. നമ്മൾ ലെസണിൽ വായിച്ച പോലെ കണ്ണട വെച്ചു മുഖത്ത്, നോക്കാൻ എന്താണ് ദൂരത്ത് നിന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇട്ട് കഴിയുമ്പോഴേക്കും കുരങ്ങനെ പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടാണ് കളിയാക്കിയത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, लेखिका अपने बचपन में कौन कौन सी चीज़ें मजाक लेकर खाती थी. उनमें से प्रमुख फलों के नाम लिखो. ലേഖിക ചെറുപ്പത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് നല്ല രസത്തിൽ കഴിച്ചുകൊണ്ടിരുന്നത്, അതിലത്തെ ഏതെങ്കിലും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫ്രൂട്ട്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. लेखिका बचपन में चॉकलेट को बड़े मज़े से खाती थी. ചോക്ലേറ്റ് ആയിരുന്നു ഏറ്റവും ഫേവറേറ്റ്. इसके अतिरिक्त ഇതല്ലാണ്ട് കുൽഫി, ഷഹത്തൂത്ത്, फालसे के शरबत, पेस्ट्री तथा फल फ्रूट्स मज़े लेकर खाती थी. कुछ प्रमुख फल काफल और चेस्टनट था. ड्राई फ्रूट्स आയിരുന്നു അത്. അടുത്തത് भाषा की बात. फर्स्ट वन, क्रियाओं से भी भाववाचक संख्याएं बनती है. क्रिया പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ വേർഡ്സ് ആൻഡ് ഭാവവാചക സംഖ്യാएं പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യ അറിയാലോ, നൗൺസ്. അപ്പോൾ ഭാവവാചക സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് നൗൺ, അതായത് ഇമോഷൻസ്, അവസ്ഥ, അല്ലെങ്കിൽ ഇമോഷൻസ് ആൻഡ് അവസ്ഥ തന്നെയാണ് മെയിൻ. ഫോർ എക്സാമ്പിൾ അവർ തന്നെ തന്നിട്ടുണ്ട്, ജെസെ മാർന സെ മാർന പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക, അതൊരു ആക്ഷൻ വേർഡാണ്. അതൊന്ന് മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷനാണ്. काटना से काट, हारना से हार, सीखना से सीख, पलटना से पलट और हड़पना से हड़प आदि भाववाचक संज्ञाएं बनी है. तुम भी इसी संस्मरण से कुछ क्रियाओं को छांट कर लिखो और उनसे भाववाचक संज्ञा बनाओ. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ഗൂഞ്ജന, ഗൂഞ്ജന പറഞ്ഞാൽ ഗൂഞ്ച് പറഞ്ഞാൽ നമ്മളുടെ ഇത് എക്കോ, അതാണ്. ദോഡ്ന, റണ്ണിങ് ഒരു ആക്ഷനാണ്. റൺ ഒരു ഇമോഷൻ, റൺ ഒരു ടൈപ്പ് ഓഫ് ഭാവമാണല്ലോ റൺ. ഖീജ്ന പറഞ്ഞാൽ ദേഷ്യപ്പെടുക, ഖീജ് പറഞ്ഞാൽ ദേഷ്യം. ചഡ്ന, ചഡ്ന പറഞ്ഞാൽ കയറുക, ചढ़ाई പറഞ്ഞാൽ കയറ്റം. ഖാവുങ്കി പറഞ്ഞാൽ ആക്ഷൻസ്, ഖാന പറഞ്ഞാൽ കഴിക്കാം. ഓക്കെ. सेकेंड वन इज़ 4 दिन कुछ व्यक्ति 1 लीटर दूध आदि शब्दों के प्रयोग पर ध्यान दे तो पता चलेगा कि इसमें 4 कुछ और 1 लीटर शब्दों से संख्या या परिमाण का अभ्यास होता है, क्योंकि ये संख्यावाचक विशेषण कहते हैं. അതായത് വിശേഷൺ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രൈബിങ് വേർഡ്സ്. അതിൻ്റെ ഭേദങ്ങളാണിത്. സംഖ്യാവാചക വിശേഷൻ, അതായത് എണ്ണാൻ പറ്റും. ജैसे 4 दिन 4 ദിവസം, കുച്ച് വ്യക്തി
കുറച്ച് ആൾക്കാർ 1 ലിറ്റർ ദൂത് അതിൻ്റെയൊക്കെ ഒരു അളവാണ് പറയണത്. അതിൽ इसमें भी 4 दिन से निश्चित संख्या का बोध होता है, इसलिए इसको निश्चित संख्यावाचक विशेषण कहते हैं. निश्चित പറഞ്ഞാൽ കറക്റ്റ് അളവാണ് അറിയണത്, അത് കാരണം നിശ്ചിത്. और कुछ व्यक्ति से अनिश्चित, കുറച്ച് വ്യക്തി അതായത് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ വ്യക്തി പറയുമ്പോൾ നമുക്ക് ആൾക്കാരെ എണ്ണാം, അത് കാരണമാണ് അതിനെ അനിശ്ചിത് സംഖ്യാവാചക് വിശേഷൻ कहते हैं. इसी प्रकार 1 लीटर दूध से परिमाण का बोध होता है. लीटर दूध അളവാണ് പറയണത്, 1 ലിറ്റർ പറയുമ്പോൾ അളവ്. इसलिए इसे परिमाणवाचक विशेषण कहते हैं. अब तुम नीचे लिखे वाक्यों को पढ़ो और उनमें उनके सामने विशेषण के भेदों को लिखो. मुझे 2 दर्जन केले चाहिए. 2 ദർജൻ പറയുമ്പോൾ 2 ഡസൻസ് ആണ് പറയണത്. അതിൽ നമുക്ക് എണ്ണാം, കേല ബനാന ആവുമ്പോൾ നമുക്ക് എണ്ണാം, അപ്പോൾ അത് നിശ്ചിത് സംഖ്യാവാചക് വിശേഷൻ. 2 ദർജൻ പറയണത് നിശ്ചിത് സംഖ്യാവാചക് വിശേഷൻ. സെക്കൻഡ് ഈസ് 2 കിലോ അനാജ് ദേദോ. അനാജ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻസ് ആണ്, 2 കിലോ. അപ്പോൾ അത് ഒരു അളവാണ്, നമുക്ക് എണ്ണാൻ പറ്റില്ല, അപ്പോൾ 2 കിലോ പറയണത് 2 കിലോ പരിമാൺവാചക് വിശേഷൻ. നെക്സ്റ്റ് ഈസ് കുച്ച് ബच्चे ആ രഹേ ഹേ. കുച്ച് പറയണത് അളവ്, ബच्चे നമുക്ക് എണ്ണാം, പക്ഷെ കുച്ച് പറഞ്ഞാൽ എത്ര പേരെന്ന് അറിയില്ല, അത് കാരണം അനിശ്ചിത് സംഖ്യാവാചക്. കുച്ച് പറയണത് അനിശ്ചിത് സംഖ്യാവാചക്. സബി ലോഗ് ഹസ് രഹേ ഥേ. ഇവിടെയും ലോഗിൻ്റെ എണ്ണം അറിയാം, പക്ഷേ സബി പറയുമ്പോൾ എത്രയെന്ന് അറിയില്ല, അത് കാരണം സെയിം അനിശ്ചിത് സംഖ്യാവാചക് വിശേഷൻ. തുമ്ഹാരാ നാം ബഹുത് സുന്ദർ ഹേ. അപ്പോൾ ഇതിൽ ആക്ച്വലി അളവുമല്ല എണ്ണമല്ല, പക്ഷേ ഇത് വേറെ വിശേഷൻ്റെ വേറൊരു ടൈപ്പാണ്. അതായത് ബഹുത് സുന്ദർ, ഒരു ആളെ കുറിച്ചിട്ടുള്ള ഒരു ഗുണമാണ് പറയണത്, ബഹുത് സുന്ദർ. അപ്പോൾ ബഹുത് ആണ് ഇവിടെ വിശേഷൻ, അത് ഗുൺവാചക് വിശേഷൻ. थर्ड वन इज़ कपड़ों में मेरी दिलचस्पियाँ मेरी मौसी जानती थी. इस वाक्य में रेखांकित शब्द दिलचस्पियाँ और मौसी संज्ञाओं की विशेषता बता रहा है, इसलिए इसे सार्वनामिक विशेषण है. ഇത് വിശേഷൻ്റെ വേറൊരു ടൈപ്പാണ് സാർവനാമിക് വിശേഷൻ. അതായത് ദിൽചസ്പിയ ഇൻട്രസ്റ്റും മോസിയും ആരെക്കുറിച്ചാണ് പറയണത്, എന്നെക്കുറിച്ചും. മേരി എന്നുള്ള വേർഡ് ഇവിടെ സർവനാം, അത് വിശേഷിപ്പിക്കുകയാണ്, ഒരു ടൈപ്പ് ഓഫ് വിശേഷण सार्वनामिक विशेषण. सर्वनाम कभी कभी विशेषण का काम भी करती है. पाठ में से ऐसे 5 उदाहरण छानकर लिखो. फॉर एग्जाम्पल, हम बच्चे इतवार की सुबह इसी में लगते. हम പറയണത് ഇവിടെ सार्वनामिक विशेषण. हमारा घर मॉल से ज़्यादा दूर नहीं था. हमारा. अपने अपने जूते पॉलिश करके चमकाते. अपने अपने. यह गाना उन दिनों स्कूल में हर बच्चे को आता था. यह. मुझे अपने मोजे और स्टॉकिन भी याद है. ഇതാണ് സാർവനാമിക് വിശേഷൻ. Thank you. If you want more videos, please write which class, chapter name and chapter number, name, etc. in comment box. Thank you.